കല്യാണ തലേന്നുള്ള ഒരു സംഭവമാണ് കേട്ടോ പറയാൻ പോകുന്നത്. അങ്ങനെ ഉപേന്ദ്രൻ തീരുമാനിക്കുകയാണ് ഇനി എങ്ങനെയെങ്കിലും അങ്ങോട്ടേക്ക് പോകണം, അവിടെ പോയിട്ട് ആ വിവാഹം മുടക്കണം എന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. ഈ സമയത്ത് കൂട്ടാളികൾ ചോദിക്കുന്നുണ്ട് അതൊക്കെ വേണോ, ഒരു പെണ്ണിന്റെ കല്യാണം അല്ലേ, ആഹാ നിനക്കൊക്കെ ഇങ്ങനെ പറയാടാ, അവളുടെ കൂടെ വന്ന പെണ്ണിന് തല്ലും കൊണ്ടിട്ട് ഇരിക്കല്ലേ നാണം കിട്ടവന്മാര്, നിന്നെ കൊണ്ടൊക്കെ അതിനെ കൊള്ളുള്ളൂ, ഒരു പെണ്ണിന്റെ ജീവിതം പോകും പോലും. അപ്പൊ എന്റെ ക്യാഷ് പോയ കുഴപ്പമില്ലേ, 2 കോടി രൂപ തരാനുള്ളത് ഞാൻ എങ്ങനെ മുതലാക്കും നീ പറയുന്നേ, പോലീസിൽ എങ്ങനെ അറിഞ്ഞാലേ എന്നെ അകത്താക്കും, നിങ്ങളെ അകത്താക്കും, അതിനുമുമ്പ് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ക്യാഷും എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാള് വരുന്നുണ്ട് കേട്ടോ. ഇയാളും കൂട്ടാളും കൂടി ഒരു കാറിൽ ഇങ്ങനെ വരുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ അവിടെ പരസ്പരം മാലൽ ചടങ്ങ്, അങ്ങനെ സ്റ്റേജിൽ ഓരോ പ്രോഗ്രാംസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കായിരിക്കും. നയന ഇങ്ങനെ ചുറ്റുപാടും നടന്നവന്നിങ്ങനെ വീക്ഷണമൊക്കെ നടക്കാണ്. ഒരു വശത്ത് നന്ദുവിന്റെ പ്രശ്നം, അതേ സമയത്ത് തന്നെ നിർമ്മലിന്റെ പ്രശ്നം, അങ്ങനെ ഓരോ പ്രശ്നം ഇങ്ങനെ നയന സോൾവ് ചെയ്ത് കൊണ്ടുവന്നോണ്ടേ ഇരിക്കാണ് കേട്ടോ. അങ്ങനെ ആദർശ് വരുന്നവരെയൊക്കെ സ്വീകരിക്കുകയും അങ്ങനെ പല സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഉപേന്ദ്രൻ വന്ന് ആ ഒരു പന്തലിന്റെ വാതിക്കൽ നിൽക്കാണ്. എന്നിട്ട് കൂട്ടാളിയോട് പറയുന്നുണ്ട് എടാ കണ്ടില്ലേ എത്ര ഗ്രാൻഡായിട്ട കല്യാണം എന്നൊക്കെ, എന്നാ വലിയ മണ്ഡപം അല്ലേടാ എന്നൊക്കെ പറയുന്നുണ്ട്. കോടികളാ അവൻ ഇതിനോട് പൊടിച്ചിരിക്കുന്നത്. അവളുടെ ആ പെണ്ണിന് വേണ്ടി സ്വർണ്ണം എത്രയാണെന്ന് അറിയാമോ, ഏകദേശം 1.5 കോടി രൂപയുടെ സ്വർണ്ണമാണ് മേടിച്ചിരിക്കുന്നത്. 1.5 കോടി രൂപയുടെ സ്വർണവും ചെലവുകളും എല്ലാം കൂടി ഏകദേശം 2 കോടി രൂപ വരും. അതെല്ലാം കടം മേടിച്ചതാ, പലിശയ്ക്ക് തന്നെ മേടിച്ചതാ. എങ്കിലും എന്റെ സ്വർണ്ണം എന്റെ പൈസ എനിക്ക് കിട്ടിയിരിക്കണം, അത് എന്ത് വില കൊടുത്താണേലും എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. അങ്ങനെ ഇയാള് അകത്തേക്ക് കയറി ചെല്ലുന്നു കേട്ടോ. അകത്തേക്ക് ചെല്ലുമ്പോ കാണുന്ന കാഴ്ച, അതായത് വേണുവും അതുപോലെ ജാനകിയും ജയനും അജയനും അതുപോലെ രേവതിയും കൂടിയിട്ട് പരസ്പരം മാലയിട്ട് കൈമാറണം കേട്ടോ. അതായത് ചെറുക്കനെയും പെണ്ണിന്റെയും മാതാപിതാക്കൾ പരസ്പരം ഇങ്ങനെ മാലയൊക്കെ പൂമാലയൊക്കെ ഇട്ട് അവരിങ്ങനെ പരസ്പരം കൈ കോർക്കണം, അത് അവരുടെ ബന്ധത്തെ ഊട്ടിയുറപ്പിക്കാൻ നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ചടങ്ങുകളാണ്. അങ്ങനെ ആ ചടങ്ങുകളൊക്കെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഈ സമയത്ത് ആ സ്റ്റേജിൽ നിന്നും വേണു ഉപേന്ദ്രനെ കാണുന്നുണ്ട്. കണ്ടപാടെ അയാളുടെ ചങ്ങന് കിടക്കുന്നു കേട്ടോ. രേവതിനെ പതി തോണ്ടിയിട്ട് അയാൾ പറയാണ് എടി അങ്ങോട്ട് നോക്കിയേ. ആ ഉപേന്ദ്രൻ നിൽക്കുന്നു പറയുമ്പോൾ എന്റെ ഈശ്വര ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് ചോദിക്കുകയാണ്. ശേ നാളെ വന്നിരുന്നെങ്കിൽ പോലും ഒരു കുഴപ്പമില്ലായിരുന്നു, ഇനിയിപ്പോ ഇവിടെ വന്നിട്ട് എന്ത് പ്രശ്നം ഉണ്ടാക്കും, നിങ്ങളെന്നോ അമ്മയെന്ന് പറഞ്ഞിട്ട് രേവതി വേണുവിനെ മാറ്റിക്കൊണ്ട് പോവാണ്. എന്റെ പൊന്നു മനുഷ്യ ഇനിയിപ്പോ എന്താ ചെയ്യാ, കണ്ടില്ലേ നിങ്ങളുടെ മോളെ എത്ര സന്തോഷിച്ചാന്ന് നോക്കിയേ, ഇന്ന് ഒറ്റ ദിവസങ്ങൾ കഴിഞ്ഞാൽ നാളെ അവളുടെ കല്യാണമാ. പിന്നെ അനന്തപുരി എന്ന് പറഞ്ഞ കൊട്ടാരത്തിലെ മരുമകൾ അവിടുത്തെ രാജകുമാരിയാ, അതെല്ലാം ഈ ഒറ്റ ഒരുത്ത് നശിപ്പിക്കുവോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്താണ് ചെയ്യാ, ഞാൻ എന്തെങ്കിലും ചെയ്യാം, ഞാൻ വളരെ സംസാരിച്ച് കാല് പിടിച്ചിട്ടാണെങ്കിലും ഈ ഒരു ദിവസം ഒന്ന് നീട്ടിത്തരാൻ പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് വേണു പെട്ടെന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ഈ സമയത്ത് നയന ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടോ, ഇയാളൊന്നും ഇങ്ങനെ കാണിക്കുന്നതും അവൾ പേടിക്കുന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നയനെ ശ്രദ്ധിക്കാണ്. അങ്ങനെ വേണു താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഇറങ്ങി വന്നതിന് ശേഷം ഉപേന്ദ്രനോട് പറയാണ് എന്റെ പൊന്ന് ഉപേന്ദ്ര എന്നോട് ക്ഷമിക്കണം, ദയവ് ചെയ്ത് ഇന്ന് ഒറ്റ ദിവസം കൂടി എനിക്ക് ഒരു സമയം നീട്ടി തരണം. ഇല്ലടാ തരില്ലടാ, നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ സമയം നീട്ടി തരില്ല. അപ്പൊ ഇവരെ സംഭാഷണമൊക്കെ നയനെ പുറകെ വന്ന് കേട്ടുകൊണ്ട് നിൽക്കാണ് കേട്ടോ. വേണു പറയാണ് നിനക്കറിയാലോ 1.5 കോടി രൂപയുടെ സ്വർണ്ണം ഇട്ടാ ഞാൻ അവളെ ഇങ്ങോട്ടേക്ക് അയക്കുന്നത്, ഏറെപ്പോയത് 5 ദിവസം ആ സ്വർണ്ണക്കാൾ തിരിച്ചു കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട്. അവൾക്കിടാൻ ആവശ്യമുള്ള സ്വർണ്ണം എടുത്തിട്ട് ബാക്കി സ്വർണ്ണം മൊത്തം കൊണ്ടെന്ന് ഞാനത് പണയം വെച്ചിട്ട് അല്ലെങ്കിൽ വിറ്റിട്ടോ നിന്റെ പൈസ മുഴുവൻ തരാം, ബാക്കി പൈസ അങ്ങനെ ഏകദേശം 1 കോടി രൂപ നിനക്കും തരാം, ബാക്കി പൈസ പയ്യപ്പേ തരാം എന്നൊക്കെ പറയുന്നുണ്ട്. ഇല്ലടാ ചതിയ വേണു, നീ എത്ര നാട്ടിൽ നിന്നും എത്ര പേരെ പറ്റിച്ചിട്ടാ ഇങ്ങോട്ടേക്ക് വന്നേക്കെന്ന് എനിക്കറിയാം, അതിന് ആ വെളിച്ചില് എന്റെ അടുത്ത് നടക്കില്ല എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് അങ്ങ് ഞെട്ടിപ്പോന്നിട്ട് നയന. എന്നിട്ട് ഉപേന്ദ്രൻ പറയാണ് നീ ഇനി എന്തൊക്കെ നാടകം കളിച്ചാലും ശരി എന്റെ മുമ്പിൽ നീ രക്ഷപ്പെടാൻ പോകുന്നില്ല. ഈ ആനന്ദർ തറവാടില് നിന്റെ മോളെ നീ കെട്ടിച്ചയക്കാൻ പോവല്ലേ, അതിന് നടക്കില്ലടാ, നിന്റെ സ്വപ്നം നടക്കാൻ പോകുന്നില്ല. നീ ഒരു ചതയനാണെന്നും ക്യാഷ് കരുതി തിരിച്ചു കൊടുക്കാത്തനാണെന്നും പറ്റിച്ച് നാളെ മൊത്തം കറങ്ങാണെന്നൊക്കെ ഞാൻ പറയാൻ പോവാ. നിന്റെ വീടും സ്വത്തുക്കളും കണ്ടിട്ടാണല്ലോ ഈ അനന്തപുരക്കാര് നീനാട്ടിലെ ബന്ധം ഉറപ്പിച്ചത്, അതൊന്നുമില്ലെന്ന് അറിയുമ്പോഴും നീയൊക്കെ ഒരു ചതിയനാണെന്ന് കാണുമ്പോൾ അവര് തന്നെ ഈ കല്യാണം വേണ്ടെന്ന് വെച്ചോളും. അപ്പൊ പറയാണ് അങ്ങനെ ചെയ്യല്ലേ, ഒരിക്കലും ചെയ്യരുത്, ഞങ്ങൾ 3 പേരും ആത്മഹത്യ ചെയ്യാൻ വഴിയുള്ളൂ, എന്റെ മോൾ ആ സെക്കൻഡില് ആത്മഹത്യ ചെയ്യുന്നൊക്കെ പറയുമ്പോ വേണ്ട, ഭൂമിക്ക് ഭാരമായിട്ട് എന്തിനാ ഈ 3 ജന്മം, 3 കണക്കാ, പൈസ തരാനുള്ളത് വിളിച്ചാ ഫോൺ എടുക്കില്ല, കുറെ കാശ് ഒരു സ്ഥലത്ത് നിന്ന് മേടിക്കും, എന്നിട്ട് അവിടെ നിന്ന് മുങ്ങും, അടുത്ത സ്ഥലത്ത് പൊങ്ങും, അവിടെ കുറെ കാലം ജീവിക്കും, കുറെ ക്യാഷ് അടിച്ചു മാറ്റും, പിന്നെ അടുത്ത സ്ഥലത്തേക്ക് പോകും. ഇത് തന്നെയല്ലേ നിങ്ങളുടെ പണി, ഇനി ഞാൻ നടക്കില്ലടാ, നീ ആരാണെന്നും നിന്റെ സ്വഭാവം എന്താണെന്നും നിന്റെ വീട്ടുകാരെങ്ങനെയാണെന്നും നിന്റെ മോളെങ്ങാണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലായി എന്നൊക്കെ അയാൾ പറയുന്നുണ്ട്.
അന്ന് ഞാൻ നിന്റെ മോളെ തട്ടിക്കൊണ്ട് പോയതാ. പക്ഷെ അവിടെ വന്നു ആരാളും രക്ഷിച്ചോണ്ട് പോയി. പിന്നെ എന്റെ കൈ കിട്ടില്ലെന്ന് കരുതിയോ? ഞാൻ വീട്ടിലേക്ക് വരാൻ എന്തിനെന്ന് നിനക്കറിയാവോ? ഈ ഒരു ദിവസം ഈ ഒരു നിമിഷം ഓർത്തിട്ടാ എന്നൊക്കെ ഉപയോഗിക്കാൻ പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ നയനയുടെ കേട്ടുകൊണ്ട് നിൽക്കാണോ? നയന ശരിക്കും അപ്സെറ്റ് ആകുന്നുണ്ട്. കാരണം ഇവർ ചതിയന്മാരാണെന്നും ഇവരിങ്ങനെ എല്ലാവരും പറ്റിക്കുന്നവരാണെന്നും അനന്തപുരിലേക്ക് വന്നത് തന്നെ ക്യാഷിന് വേണ്ടിയിട്ടാണെന്നൊക്കെ മനസ്സിലാക്കുമ്പോൾ നയനയ്ക്ക് ആകെപ്പാടെ പേടിയാവുന്നു കേട്ടോ. നയന ഒന്നും പറയുന്നിങ്ങനെ സംസാരം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഉപേന്ദ്രൻ പറയുന്നുണ്ട്, നീ കണ്ടോ നിന്നത്തെ കൂടി നിന്റെ എല്ലാ കളകളും പൊളിക്കാൻ പോവാന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ കാലൊടിക്കുക ഉപേന്ദ്ര, പ്ലീസ് ചതിക്കല്ലേ എന്ന് പറയുമ്പോഴേക്കും ഉപേന്ദ്രയുടെ കോളറിന് കുത്തിക്കയറി പിടിക്കുകയാണ്. നീ എന്താണ് പറഞ്ഞത്? നീ ഇത്രയും കാലം പഠിച്ചിട്ട് ഞാൻ ഇനി നീ വിട്ടു പറഞ്ഞാലേ എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ദേഷ്യപ്പെടുമ്പോഴേക്കും നയനെ ഓടിച്ചെന്ന് ആദർശിനെ വിളിക്കുന്നുണ്ട്. ആദർശിട്ടാണ് ഓടി വന്നെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വരികയാണ്. ഈ സംഭവങ്ങൾ മുഴുവൻ ആദർശിനോട് നയനെ പറയുന്നുണ്ട്. അങ്ങനെ ഇവരുടെ തല്ലിനിടയിലേക്ക് ഓടി ആദർശ് വരുന്നുണ്ട്. അങ്ങനെ ഉപേന്ദ്രനെ ആദർശി പിടിച്ചു മാറ്റുന്നുണ്ട്. എന്താ പ്രശ്നം ചോദിക്കാണ്. താനാണ് ഇതൊക്കെ ചോദിക്കാൻ? ഞാന് മൂർത്തീസ് ജ്വല്ലറിലെ MD-യാ. മൂർത്തീസ് ജ്വല്ലറി മൂർത്തിയുടെ കൊച്ചുമോന എന്നൊക്കെ പറയുന്നുണ്ട്. ഓഹോ, അത് ഇയാളാണല്ലേ? എങ്കിൽ കേട്ടോ, നിങ്ങളുടെ അനിയൻ വിവാഹം കഴിക്കാൻ പോകുന്ന ആ പെണ്ണിന്റെ അച്ഛനുണ്ടല്ലോ, ഇയാൾ തട്ടിപ്പുകാരനാ. ഇയാളെ ലോകം മൊത്തം കടം മേടിച്ച് നടക്കുന്ന ഒരു ഫ്രോഡാ. നിങ്ങൾക്ക് എത്ര തരാനുണ്ട് എന്ന് ചോദിക്കണം ആദർശ്. 2 കോടി എനിക്ക് തരാനുണ്ട്. അതും തരാതെ ഫോൺ വിളിച്ചെടുക്കാതെ ഇയാളെ മുങ്ങി നടക്കുക. ഇയാളുടെ മോളെ തട്ടിക്കൊണ്ട് പോയി. എന്നിട്ട് പോലും ഇയാൾക്ക് യാതൊരു കുലുക്കവും ഇല്ലായിരുന്നു എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോഴേക്കും ആദർശ് പറയാണ്, ക്യാഷ് ഇല്ല നിങ്ങളുടെ പ്രശ്നം. നാളെ വിവാഹം നടക്കാൻ പോവാ. അതിനിടയ്ക്ക് ഇങ്ങനത്തെ സീൻസ് ഒന്നും ഇവിടെ വേണ്ട. എന്റെ മുത്തശ്ശന് വയ്യാതിരിക്കുക. അതുകൊണ്ട് ഇതൊക്കെ അറിഞ്ഞാല് മുത്തശ്ശന് ആപ്പാടെ വിഷമവും. ദയവേത് നിങ്ങളിന്ന് പോ. പിന്നെ നാളെ മൂർത്തീസ് ജ്വല്ലറിലെ ഓഫീസിലേക്ക് വന്നിട്ട് 2 കോടി രൂപ ക്യാഷ് മേടിച്ചോ. ഞാൻ അവിടെ ചെക്ക് ചെയ്ത് വെച്ചേക്കാം. അത് മേടിച്ചോണ്ട് മിണ്ടാൽ പോയിക്കോണം. ഇനി മേലല്ല ഈ പരിസ്ഥിതി കണ്ടുപോയിക്കഴിയുമ്പോ ആദർശ് പറയുന്നുണ്ട്, എന്റെ പൊന്നു സാറേ, ക്യാഷ് കിട്ടിയ പിന്നെ എനിക്ക് എന്താ വിഷമം? ക്യാഷ് കിട്ടിയാൽ മതി. ഈ ഉപേന്ദ്രനെ വേറെ ആർക്കും ഒരു ശല്യം ഉണ്ടാക്കില്ല. ഞാൻ ഇപ്പൊ തന്നെ പോയിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട്. വീണ്ടും ഷട്ടർ നോക്കിട്ട്, വേണോ നീ പിടിച്ചിരിക്കുന്നതിനും വലിയൊരു പുളുങ്ങുമ്പോ തന്നെയാണ് 2 കോടി രൂപയ്ക്ക് ഒരു സെക്കൻഡ് ഉണ്ടായത് കണ്ടില്ലേ എന്നും പറഞ്ഞിട്ട് അയാൾ അവിടുന്ന് പോവാണ്. അപ്പോഴേക്കും അയാള് ആദർശിന്റെ മുമ്പിൽ കൈകൊപ്പിട്ട് ആദർശിന്റെ കാലിലേക്ക് വീഴാൻ പോന്നു. ശേ അങ്കിൾ, എന്തൊക്കെ കാണിക്കുന്നേ? മോനെ, എന്റെ മോളുടെ വിവാഹം നാളെ നടക്കാൻ പോവാ. അയാൾ പറഞ്ഞതിൽ ഒന്നുമില്ല. അയാളുടെ കയ്യിൽ നിന്ന് ബിസിനസ് ആവശ്യമുണ്ടെങ്കിൽ കുറെ ക്യാഷ് മേടിച്ചു. എന്റെ ബിസിനസ് ഇപ്പൊ കുറച്ച് ഫ്ലോപ്പ് ആയിരിക്കാം. അതുകൊണ്ട് ഇതൊക്കെ സംഭവിച്ചത്. അല്ലെങ്കിൽ ഞാൻ ക്യാഷ് കൊടുത്തേനെ. ഈ ഒരു അവസരം മുതലാക്കിക്കൊണ്ട് അയാൾ എന്നെ ഒരുപാട് ഉപദ്രവിച്ചു. എന്റെ മോളെ തട്ടിക്കൊണ്ടുപോയി. എന്റെ മോൻ ഇപ്പൊ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എന്റെ മോളുടെ വിവാഹം തന്നെ മുടങ്ങിയ മോനെന്നൊക്കെ പറഞ്ഞിട്ട് ആദർശിന്റെ അയാൾ കരയുന്നുണ്ട്. അപ്പോഴേക്കും നായനെയും അങ്ങോട്ട് വിളിച്ചിട്ട് പറയാണ്, അങ്കിളെ, ഈ നായന ഇതെന്റെ ഭാര്യ എന്ന് അങ്കിളിന് അറിയാലോ. ഇവള് കാരണം എല്ലാം ഇവിടെ ഇങ്ങനെ വഴക്കുണ്ടാവുന്നൊക്കെ വന്നിട്ട് ഇവിടെ രഹസ്യം പറഞ്ഞതും എല്ലാ കാര്യങ്ങളും അറിയിച്ചതും. അതുകൊണ്ടാ ഇപ്പൊ എനിക്ക് സഹായിക്കാൻ പറ്റിയത്. എന്തായാലും വേറെ ആരും അറിഞ്ഞില്ലല്ലോ, അതുതന്നെ വലിയ കാര്യം പറയുന്നുണ്ട്. അങ്കിൾ വിഷമിക്കാതെ, ഇപ്പൊ സമാധാനമായല്ലോ. കടയെല്ലാം വീട്ടിലില്ലേ? ഇനി അങ്കിൾ നേരെ അകത്തേക്ക് പോയിട്ട് കല്യാണം കൂടാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞ ആദർശ് അയാളെ വിളിച്ച് അകത്തേക്ക് പോകുന്നുണ്ട്. എന്നാൽ നയന മനസ്സിലാകെപ്പാട് ടെൻഷനാകട്ടോ. ഇയാള് പല സ്ഥലങ്ങളിൽ നിന്നും ഇതുപോലെ ക്യാഷ് അടിച്ചു മാറ്റി പല നാടുകളിലേക്കും അങ്ങനെ മാറി വരികയാണെന്നും ഭയങ്കര ഫ്രോഡാണെന്നൊക്കെ അയാൾ പറഞ്ഞിരുന്നല്ലോ. അതൊക്കെ ഓർത്തിട്ട് നയനയ്ക്കൊരു സമാധാനമില്ല. അനാമിക ഒട്ടും പുറകിലില്ലെന്ന കയ്യിൽ പറഞ്ഞു കേൾക്കുമ്പോൾ എന്റെ ഈശ്വര, എന്തിനു വേണ്ടിയിട്ടായിരിക്കും അവള് ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്? എന്റെ അനിയുടെ ജീവൻ നശിപ്പിക്കുക എന്നൊക്കെ ഓർത്ത് നയന ആകെപ്പാടെ വേവലാതായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അനിയുടെ അനാമികയുടെ വിവാഹത്തിന് തലേ ദിവസം ആയിട്ടുണ്ട്. അതിന് പിറ്റേ ദിവസം ഉണ്ടാകുന്ന സംഭവങ്ങളൊക്കെ അടുത്ത ആഴ്ചത്തോടുകൂടി റിലീസ് ആവുന്നതായിരിക്കും. എന്താണ് നമുക്ക് കാത്തിരുന്ന് തന്നെ കണ്ടുവരും കേട്ടോ. ഇതുപോലെ അപ്കമിംഗ് ആയിട്ടുള്ള റിവ്യൂസ് ഒക്കെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മിസ്സായിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.